അപ്പോൾ ഇന്നലെ ദീപാവലി ആഘോഷമൊക്കെ കഴിഞ്ഞു. പക്ഷേ നമ്മുടെ ദീപാവലിക്ക് കിട്ടിയ സ്വീറ്റ്സ് എല്ലാം അങ്ങനെ തന്നെ ഇരിക്കുവാണേ. എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഇന്നലെ അണ്ണൻ്റെ വീട്ടിൽ ദീപാവലിക്ക് പോയപ്പം അവർ തന്നു വിട്ട സ്വീറ്റ് ബോക്സാണ്. പിന്നെ ബിന്ദു ചേച്ചിയൊക്കെ അന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന ഹൽവയും കുറേ സാധനങ്ങളും. എനിക്ക് ഹൽവ മാത്രമേ ഇഷ്ടപ്പെട്ടു. മറ്റേ പേട ഉണ്ടായിരുന്നു, അതും ഇഷ്ടപ്പെട്ടു. പ്രശ്നം എന്നാന്ന് വെച്ചാണ്ടല്ലോ, അപ്പം മധുരമുള്ള സാധനങ്ങൾ കഴിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അമ്മയ്ക്ക് ഇഷ്ടമുള്ളത്. അതുകൊണ്ട് ഇതെല്ലാം ഇങ്ങനെ തന്നെ ഇരിക്കുക. ഞാൻ മാത്രം കുറച്ച് കുറച്ച് കഴിക്കുന്നതുകൊണ്ട് അങ്ങനെ ഇരിക്കുക. ഇതിനകത്തുനിന്ന് എന്തോ 2 സാധനം കുഞ്ഞി അച്ഛൻ കൂടെ കഴിച്ചു. ബാക്കി ഇതെല്ലാം ഞാൻ ഇനി കുറെ ദിവസം കൊണ്ട് തീർത്തോളാം. ഹൽവ നിങ്ങൾ കഴിക്കുമല്ലോ. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല്, അന്ന് എറണാകുളത്തുനിന്ന് ബിന്ദു ചേച്ചിയൊക്കെ വന്നപ്പോൾ നമുക്ക് ചെമ്മീനും കരിമീനും കൊണ്ടുവന്നായിരുന്നല്ലോ. അപ്പൊ ചെമ്മീന് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാന്ന് ഓർത്തുകൊണ്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിന്ന് ചെമ്മീൻ റോസ്റ്റ് ചെയ്യാം. അപ്പൊ എനിക്ക് ഈ ചെമ്മീനെ കുറിച്ച് വലിയ കാര്യമായിട്ടൊന്നും അറിയത്തില്ല. പക്ഷെ എനിക്കറിയാവുന്ന പോലെ ഞാൻ എൻ്റെതായ രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാവേ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പോപ്പിയും കൂടി സഹായിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് റെഡിയാവൂല. ഉള്ളി പൊളിക്കണം, ചെറിയ ഉള്ളി പൊളിക്കണം. ബാ പൊളിക്കാം. ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ഒരു തക്കാളി. എനിക്കറിയാം, എന്നാലും ഇൻഗ്രീഡിയൻസ് പറഞ്ഞതാ. ഉള്ളി പൊളിക്കണം. കുഞ്ഞുള്ളിയാണ്. കണ്ടോ, അണ്ടാവ് പോലത്തെ കുപ്പി പിടിച്ചിട്ടുണ്ട്. ചെറിയ കുപ്പി വെള്ളം കൊണ്ടുപോയിട്ട് അവന് തികയുന്നില്ല. ഉച്ചയാകുമ്പോഴേക്കും തീർന്നു പോവാന്നൊക്കെ പറഞ്ഞോണ്ട് കഴിഞ്ഞ ദിവസം പോയി വലിയ കുപ്പിയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. 1.5 ലിറ്ററിന്റെ കുപ്പി ഡെയിലി 3-4 ലിറ്റർ വെള്ളം കുടിക്കണം. എന്നാലേ സ്കിന്നൊക്കെ നല്ലതാണ്. സ്റ്റേ ഹൈഡ്രേറ്റഡ്. ഉള്ളി പൊളിക്കൂ. ഇനി ഒരു ഉള്ളി വെച്ച അമ്മ അത് മുഴുവൻ പൊളിച്ചിരുന്നവരെ ഇരിക്കുവേ. പെട്ടെന്ന് പൊളിച്ചേ. കത്തിക്ക് മൂർച്ചയില്ല. അതെ, അല്ലെങ്കിൽ ഇപ്പൊ തീർന്നേനായിരുന്നു. നമ്മുടെ ചെമ്മീനെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നു. ഇതിനകത്തിട്ട് എനിക്ക് ഉള്ളി ചതച്ചതും ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും അതിലിട്ടു. കറിവേപ്പില ഇട്ടു. പിന്നെ നമ്മൾ ഇതിനകത്തോട്ടിടാൻ പോകുന്നത് എനിക്ക് ഓംലെറ്റ് വെച്ച് പൊറോട്ടയും ഇതേ 1 സ്പൂൺ മുളക് പൊടി, പിന്നെ ചാറുകറിയില്ലേ, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ 1 സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചത്. എന്നാന്നറിയാമോ അമ്മേ, എനിക്ക് തിന്നാൻ പറ്റത്തില്ല. ചെമ്മീനോ? ചിലർക്കുണ്ടല്ലോ അമ്മേ, ചൊറിച്ചിലുണ്ട്. അത് ചെമ്മീൻ ഇല്ലെങ്കിലും ഉണ്ട്. ഞങ്ങൾ ചെമ്മീൻ റോസ്റ്റ് ചെയ്യാൻ പോവാ. ഉപ്പിട്ടില്ല. ഉപ്പും കൂടെ ഇട്ടട്ടെ. ഉപ്പും കൂടി ഇട്ടിട്ട് ഇച്ചിരി കൂടെ വേണം തോന്നല്ലേ. പോപ്പി അത് നന്നായിട്ട് തിരുമ്മി മസാലയൊക്കെ പിടിപ്പിക്കുമ്പോഴേക്കേ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിനകത്തോട്ട് പിറക്കെ നിരത്തി വെച്ചോ. അതിനകത്തോട്ട് ചട്ടിയിലോട്ട് നല്ലപോലെ അടുക്കി അടിക്കാൻ വെച്ചോ. ഓരോന്നൊക്കെ എണ്ണക്കകത്തോട്ട്. നമുക്കിതിൻ്റെ മേളിലേക്ക് കുറച്ച് തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് ഇത് മൂടി വെക്കാം. വെള്ളം ഒഴിച്ചില്ല കേട്ടോ. ഇതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങി വരുന്നുണ്ടേ, അതുകൊണ്ട് വെള്ളം ഒഴിച്ചില്ല. നോക്കാം, അതിൻ്റെ വെള്ളത്തിൽ തന്നെ വേവുമോ നോക്കാം. തീ കുറഞ്ഞ അവിടെ ഇരുന്ന് വേകട്ടെ. വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ചാറായിട്ടുണ്ട്. ഇത് നമ്മളെ തുള്ളി വെള്ളം പോലും ഒഴിച്ചില്ലായിരുന്നു. പക്ഷെ ഇതുണ്ട്, ഇതിന്റെ വെള്ളം ഇറങ്ങിയിട്ട് നന്നായിട്ട് വെള്ളം. ഇനി വിശ്വസിക്കാൻ പറ്റത്തില്ല. എന്നതാ വെള്ളം ഒഴിച്ചില്ലെന്ന്? ഞാൻ ഒഴിച്ചില്ലല്ലോ. വിശ്വസിക്കാൻ പറ്റത്തില്ല. വെള്ളം ഇറങ്ങി. ഇനി ഈ വെള്ളത്തിനകത്ത് തന്നെ കിടന്നത് നന്നായിട്ട് വെന്ത് വറ്റട്ടെ. നന്നായിട്ട് കുറെ നേരം വേകേണ്ട സാധനമാണെന്ന് പറയുന്നത്. ചെമ്മീന് നല്ല വേവുണ്ടെന്ന്. അതുകൊണ്ട് ഇത് ഈ വെള്ളം വറ്റുന്ന വരെ അങ്ങോട്ട് വെന്തോട്ടെ. എന്നാലും എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് കാണുമ്പോ. പക്ഷെ വേണ്ട, കഴിക്കുന്നതിന് കുഴപ്പമില്ല.
എനിക്ക് പക്ഷെ നാക്കൊക്കെ ചൊറിയും. ചെമ്മീൻ കഴിച്ചു അതല്ലേലും ചൊറിച്ചിലുള്ളതാണ്. ഇത് കഴിച്ചാൽ കുറച്ച് ശരിയെന്നാ, ശരി, കൂടുതൽ. ശരി, ശരി. നമ്മുടെ വെള്ളമെല്ലാം വറ്റി നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ടേ. നമുക്ക് ഇതിനകത്തോട്ട് ഇച്ചിരി കരിവേപ്പില ഇട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് വാങ്ങി വെക്കാം. ഓക്കെ, നമ്മുടെ ചെമ്മീനെ വെള്ളമെല്ലാം വറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ഇനി ശക്കലം ചതച്ച മുളക് ഇട്ട് കൊടുക്കാം. മുളകിൻ്റെ അരി ഇടുന്നില്ല, അതിൻ്റെ തൊലി മാത്രമേ ഇടുന്നുള്ളേ. നല്ല എരിവുണ്ട് അല്ലാതെ തന്നെ. ഇത് ഈയിടെ പാസ്റ്റൊക്കെ ആയിട്ട് ഉറച്ചേ ഇട്ട് വന്നുള്ളൂ. എന്നിട്ട് ഒന്നുകൂടെ സെറ്റാക്കി എടുക്കേണ്ടി വന്നു. എരിവ് കൂടും. കുറച്ച് കറിവേപ്പില ഇട്ട് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം. ഓക്കെ, ഇന്നിവർ ഏതാണ്ടൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ചെമ്മീൻ റോസ് എന്നൊക്കെ പറഞ്ഞാൽ എന്നെ വിളിച്ചു വരുത്തിയത്. അതിനിടയിൽ ചെമ്മീൻ റോസിന് പൊറോട്ടയും കൂടെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു 3-4 പൊറോട്ടയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. അപ്പോൾ ഈ ചെമ്മീൻ കൊണ്ടുത്തന്ന ആൾ നാളെ ഇതിൻ്റെ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ഇടണം കേട്ടോ. അത് ഞങ്ങൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. പറഞ്ഞ ആൾ ഇത് കാണുന്നുണ്ടോ എന്ന് നമുക്കറിയണ്ടേ. നമ്മള് കമന്റ് പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. ആ, കഴിച്ചു നോക്കി. കഴിച്ചു നോക്കിയോ കുഞ്ഞി, എങ്ങനെയാണോ നോക്കി. ഇങ്ങനെയൊക്കെ തന്നെയാണോ വെക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഈ ചെമ്മീൻ ഒക്കെ ഉണ്ടാക്കണമെങ്കിലേ അതിന് നമ്മൾ നല്ലപോലെ ഉണ്ടാക്കിയൊന്നും വലിയ പരിചയമൊന്നുമില്ലല്ലോ. പക്ഷെ ഇതിന് പറ്റിയ ഒരാളുണ്ട് നമ്മുടെ കൂടെ. ആരാന്നറിയാമോ? സൂര്യ. സൂര്യാൻ്റി. ഞാൻ ആദ്യമായിട്ട് ചെമ്മീൻ കഴിച്ചത് അങ്ങനെയാ, സൂര്യ വെച്ചിട്ടാണ് കഴിച്ചത്. സൂര്യാൻ്റിയാണ് അറിയാം. സൂര്യാൻ്റി ഇത് സ്ഥിരമായിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ പ്രിപ്പറേഷൻ എല്ലാം നല്ലപോലെ അറിയാം. മീൻ ആ ഒരു കാറ്റഗറി. ഫിഷിൻ്റെ ആളാണ്. ഇതിപ്പം നമുക്കറിയാവുന്ന രീതിയിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? സൂര്യാന്റെ ഒക്കെ കാലിന്റെ കടലിൽ തീരത്തില്ലേ താമസിക്കുന്നത്. എന്നും പച്ചമീൻ ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല, പകുതി അവനെ ഉണ്ടാക്കി. ഒരു ലേശം ഉപ്പ് കൂടുതലുണ്ട്. അതെനിക്കും തോന്നി. ഉപ്പല്ല, അത് പുളിയാ. തക്കാളി പറഞ്ഞിട്ടായിരുന്നു. പക്ഷെ പുളിയല്ലല്ലോ, ഉപ്പാ. ഞാൻ അറിയാതെ നീ ഉപ്പിട്ടോടാ. നമ്മളെ പറ്റിക്കാൻ നോക്കുക ഉപ്പാന്നും പറഞ്ഞു. അതെ അതെ അതെ. നല്ല പുളിയാന്നും പറഞ്ഞേ. ഞങ്ങളുടെ നാക്കിന് വല്ല കുഴപ്പമുണ്ട്. ഇത് കൊള്ളാലോ. ഞാൻ കൊള്ളാം. സംഭവം സെറ്റായിരുന്നു. ഇനിയിപ്പോ ചെമ്മീൻ കിട്ടിയ അവനെ ഏൽപ്പിച്ചാൽ മതി. ഓ, എന്തും പിടിച്ചു. അപ്പം അതിനാണ് സംഭവം കൊള്ളാം കേട്ടോ. അടിപൊളിയായിരുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.